എനിക്ക് പേടിയാവുന്നു. പെട്ടെന്നൊരു കാറ്റ് വീശലൊക്കെ വല്ല പ്രേതമാണോ? വല്ല പ്രേതമുണ്ടോ ഇവിടെ? പേടിക്കണ്ട, ഐ ആം ഹിയർ ഫോർ യു. ഞാൻ നീ പറഞ്ഞതെല്ലാം കേട്ടു. നീ ഒരിക്കലും ഇതൊന്നും അർഹിക്കുന്നില്ല. നിന്റെ മുത്തശ്ശിയുടെ പീഡനങ്ങളൊന്നും നീ അർഹിക്കുന്നില്ല. ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. ജസ്റ്റ് ഹോൾഡ് മൈ ഹാൻഡ്. നിങ്ങളാരാ? എന്നെ ഹെൽപ്പ് ചെയ്യാവുന്നാണോ? യെസ്, ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. ഇന്നലെ കരഞ്ഞ് കരഞ്ഞ് ആവശ്യമായും തോന്നുന്നു. എന്താ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നേ? എന്തേ ഇന്നലെ പേടിച്ചിട്ട് വിറച്ചിട്ട് എന്തേലും ആയോ? ഇന്നലത്തെ തണുത്ത കാറ്റ് കൊണ്ട് വിറച്ചു പോയോ? അതോ സ്തംഭമായോ? എന്താ ഇങ്ങനെ നോക്കുന്നേ? മറുപടി തരാൻ വയ്യേ? നിന്നോടല്ലേ ചോദിച്ചത്. ഒരെണ്ണം തന്നാൽ എന്തേലും പറയൂ. കയ്യിന്ന് വിട്. അടുത്ത തവണ ഇതിനേക്കാളും ബലമേറിയതാകും. അതുകൊണ്ട് എന്നെ വിട്ടേക്ക്. കൊച്ചേ, നിന്റെ കയ്യിലെന്താ ഇത്ര ബലം? ഇന്നലെ രാത്രി ഞാൻ കുറച്ച് എക്സസൈസ് ചെയ്തു. ബലം കൂടി കാണും. ഇവക്ക് ഇത്ര അഹങ്കാരോ? ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഇവളുടെ അഹങ്കാരം. ഇതുവരെ ഇവൾ ഇത്ര ധൈര്യത്തോടെ എന്നോട് സംസാരിച്ചിട്ടില്ല. എപ്പോഴും പേടിയോടെ എന്നെ നോക്കാറുള്ളൂ. ഇവിടുന്ന് അവൾക്ക് ഇത്ര ധൈര്യം. ശരിയാക്കി തരാടി നിന്നെ. നിന്നോടൊരാ ക്ലാസ്സിൽ വെള്ളം എടുക്കാൻ പറഞ്ഞേ? അതെ, വലിയവര് കുടിക്കുന്ന ക്ലാസ്സാ. നീ എന്തിനാ അതെടുത്തേ? നിന്റെ വായിൽ എന്താ വെച്ചിരിക്കുന്നേ? നിന്നോടല്ലേ പറഞ്ഞത്? അത് അവിടെ വെക്ക്. നിന്റെ ക്ലാസ് എടുത്ത് കുടിക്കടി. ചെറിയ ക്ലാസ്. അത് വലിയവര് കുടിക്കുന്ന ക്ലാസ്സാ. അത് നിനക്ക് കുടിച്ചൂടാ. അപ്പോ നിങ്ങൾക്ക് കുട്ടികളുടെ ക്ലാസ്സിന് വെള്ളം കുടിക്കാം, എനിക്ക് ഇതിന്ന് കുടിക്കാൻ പാടില്ല അല്ലേ? അതെവിടുത്തെ നിയമ? മാറി നിക്കങ്ങോട്ട്. ആശോ, ഇവക്ക് എന്താ അഹങ്കാരം? കാണിച്ചു തരാടി നിന്റെ അഹങ്കാരം. ഞാൻ നിർത്തി തരാം. നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ നിർത്തി തരാടി. അഹങ്കാരി, കാണിച്ചു തരാം നിനക്ക് ഞാൻ. എന്തൊരു അഹങ്കാരാവോ നോക്കിയേ കൊച്ചിനെ. എനിക്ക് തോന്നുന്നത് ഇവളെ പേടിപ്പിച്ച് നിർത്താൻ മറ്റെന്തെങ്കിലും വഴി നോക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് അവളെ നന്നായി വേദനിപ്പിച്ചാലേ അവൾ പേടിക്കുകയുള്ളൂ. എന്താ ഇത്? എന്നെ ഒരു പേടിയും ഇല്ല അവക്ക്. കാണിച്ചു തരാം, നിന്നെ ഞാൻ പേടിപ്പിച്ചു തരാം. അല്ലെങ്കിൽ എന്റെ പേര് കനകോന്നല്ല. വന്നല്ലോ. എങ്ങോട്ടാണ് നീ പോകുന്നേ? ഞാൻ എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് എന്താ മുത്തശ്ശി? നീ ഒരു കാര്യം മറക്കരുത്. നിനക്ക് തിന്നാൻ തരുന്നത് ഞാനാ. എന്നെ നീ ബഹുമാനിക്കണം. ഞാൻ പറയുന്നത് അനുസരിക്കണം, കേട്ടോ? പിന്നെ ഞാൻ തല്ലിയാതൊന്ന് കൊണ്ടോണം, ഞാൻ പുറത്താക്കിയതങ്ങ് സഹിച്ചോണം, കേട്ടല്ലോ? അതിനപ്പുറം എന്നോടൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ മൂദേവി? എന്താ നിന്റെ വായിൽ എന്താടി വെച്ചേക്കുന്നേ? ഒന്നുകൂടെ ചോദിക്കാം. എന്താ നിന്റെ വായിലൊന്നും ഇല്ലേ? എന്താ നീ ഇപ്പൊ ഒന്നും പറയുന്നില്ലേ? എന്റെ കൈയൊക്കെ തടുക്കാൻ നല്ല ഉഷിരാലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ മുത്തശ്ശി ഒന്നുകൂടെ എന്നെ തല്ലി നോക്ക്. തല്ലാൻ പറ്റുന്നുണ്ടോന്ന്. നേരത്തെ ഉണ്ടായ പോലെ ആയിരിക്കണം എന്നില്ല എന്റെ റിയാക്ഷൻ. സോ മൈൻഡ് ഇറ്റ്. നിന്നെ ഞാൻ തല്ലും, വേണമെന്ന് വെച്ചാൽ പുറത്താക്കും. നീ എന്ത് ചെയ്യൂ? നീ ആരാ? ഇത്തിരി പോകുന്നൊരു പൊടിക്കുന്ന ഓർത്തോണം. നിന്നെ നോക്കി വലുതാക്കാൻ പോകുന്നത് ഞാനാ. നിന്റെ അമ്മ കോമേന്ന് എടുക്കണം. നിന്നെ നോക്കാനുള്ളത് ഞാനാ, മറക്കണ്ട നീ. സോ വാട്ട്? നിങ്ങൾക്ക് എന്നെ തല്ലണോ? തല്ലണമെന്നുണ്ടെങ്കിൽ തല്ലിക്കോ. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. എവിടുന്നാ മോളെ സ്കൂളിൽ പോവാതെ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചേ? എന്നെ സ്കൂളിലൊന്നും ചേർത്തില്ലല്ലോ. അത് എവിടുന്നാലും നിങ്ങൾക്കെന്താ? തല്ലിക്കോ, തല്ലേ. കയ്യിന്ന് വിട് കൊച്ചേ. നിന്നോട് പറഞ്ഞ കയ്യിന്ന് വിടാ. ഇനിയും നിങ്ങൾ ഈ കൈ ഉയർത്തിയാ ഇതായിരിക്കില്ല ഫലം, കേട്ടോ? ഇതായിരിക്കില്ല ഇനി നിങ്ങൾ എന്റെ നേരെ കൈ ഉയർത്തി സംഭവിക്കാൻ പോകുന്നേ. മൈൻഡ് ഇറ്റ്. കയ്യിന്ന് വിടടി അഹങ്കാരി. എവിടുന്ന ഇവർക്ക് ഇത്രയും ധൈര്യം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരാ ഇവക്ക് ഇത്ര ധൈര്യം കൊടുത്തേ? ഇന്നലെ മേലെ ടെറസിന്റെ മേലെ ഇരുന്നപ്പോ വട്ടായതാണോ? അതോ അവിടുന്ന് ആരെങ്കിലും തലക്കടിച്ചോ? എന്താ ഇതിന് പറ്റിയത്? അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും വീണോ? ഇതിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്നെ വിട്ടാ പറ്റത്തില്ല. ആളുട്ടി, കുറച്ച് ദിവസം നീ സമാധാനത്തോടെ ഉറങ്ങ്. ഞാൻ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്താളാം. ഞാൻ ഇവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞിട്ടേ ചെയ്യൂ. അല്ലാതെ ഞാൻ നിന്നെ ഒരിക്കലും ട്രബിളിലാക്കില്ല. നീ കടന്നു പോയ അതേ അവസ്ഥയിലൂടെ കടന്നു പോയവളാണ് ഞാനും.
എനിക്ക് ഒരിക്കലും അവർക്ക് പ്രതികാരം കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നീ നീ പ്രതികരിക്കണം. നിനക്ക് പ്രതികരിക്കാനുള്ള ശേഷി ഞാൻ നൽകും. വരുന്നുണ്ട് മാളൂട്ടി നിന്റെ മുത്തശ്ശി. ഇത് ഞാൻ നിന്റെ ദേഹത്ത് കയറാനുള്ള സമയം. ഉറങ്ങാതിരിക്കണോ നീ? മാളൂട്ടി, ആരാ ഇത്? മുത്തശ്ശിയോ? അവിടെ ഒരു കൂട്ടം പാത്രങ്ങൾ മോറാനുണ്ട്, അത് പോയി മോറ്. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് നിനക്ക് ഭക്ഷണമില്ല. അല്ലെങ്കിലും നിങ്ങൾ എനിക്ക് തരാറില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ പാത്രം മോറുന്നേ? നിനക്കെന്താ പാത്രം മോറിയാ? പോയി മോറ്. ഇന്ന് മുതൽ നിനക്ക് ഇവിടെ ഒരു ഭക്ഷണവും തരാൻ പോകുന്നില്ല. ഇന്നലെ ടെറസ് കിടത്തിയ പോലെ ഇന്ന് ഞാൻ അവിടെ കിടത്തും. പിന്നെ നിന്റെ വസനമുണ്ടല്ലോ സ്റ്റോർ റൂമിലായിരിക്കും, ഈ റൂമിലായിരിക്കില്ല. ഇന്നിപ്പോ എന്റെ മോൻ വന്നോണ്ട് മാത്രം. അവൻ നാളെ പോവും. അത് കഴിഞ്ഞ് നിനക്ക് ഈ റൂം പോലും ഉണ്ടാവില്ല. ഓ ആണോ? എന്താണ് നിനക്കൊരു പേടിയില്ലാത്തത്? ടെറസ് കിടക്കാൻ നിനക്ക് ഇനി പേടിയില്ലേ? ഇന്നും നിന്റെ വാസം ടെറസ് തന്നെയാ, നോക്കിക്കോ. ആണോ? ടെറസിൽ പോവാ. അങ്ങോട്ട് തന്നെയാ, ഇങ്ങോട്ട് വാ. നടക്കങ്ങോട്ട് മുത്തശ്ശി. എടി പെണ്ണെ, നീ എന്താ കാണിച്ചത്? ഈ മാളുട്ടി നീ എന്താ കാണിച്ചെന്ന് ചോദിച്ചേ. എടി പെണ്ണെ, തുറക്ക് വാതില്. മാളുട്ടി നിന്നോട് പറഞ്ഞ വാതിൽ തുറക്കാനായിട്ട്. തുറക്കടേത്. നാളെ തൊട്ട് നിനക്ക് ഭക്ഷണം ഇല്ല, കേട്ടോ? ഭക്ഷണം നല്ല പച്ചവെള്ളം നിനക്ക് വീട്ടിൽ നിന്ന് കിട്ടില്ല. മര്യാദക്ക് അത് തുറന്നോ, മനസ്സിലായോ? ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എന്റെ അച്ഛന്റെ അടുത്ത് ഈ കാര്യം. നിങ്ങൾ പറഞ്ഞു കൊടുത്തോ, എനിക്കെന്താ? നിങ്ങൾ എന്നെ ഇവിടെ പൂട്ടിട്ടോ, ഞാൻ പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെയുണ്ടല്ലോ, ഇന്നൊരു ദിവസം അവിടെ കിടന്നോന്നേ. ഇനിയിപ്പോ എനിക്ക് ഭക്ഷണമൊക്കെ തരണമെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരണ്ടേ? അതിന് ഞാൻ തന്നെ ഇവിടുന്ന് വാതിൽ തുറന്നു തരണ്ടേ? ചാവിയാണെങ്കിൽ എന്റെ കയ്യിലും. എങ്ങനെ മുത്തശ്ശി നാളെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ താഴേക്ക് വരാ? അതുകൊണ്ടേ ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം. മുത്തശ്ശി പേടിക്കണ്ട, ഫ്രിഡ്ജിലുള്ള ഭക്ഷണമൊക്കെ മതി എനിക്ക് കഴിക്കാനായിട്ട്. എന്റെ മുത്തശ്ശി നല്ലതുപോലെ അവിടെ കിടന്നുറങ്ങിക്കോട്ടോ. നീ എന്താ ഉദ്ദേശിക്കുന്നേ? എന്നെ ഇവിടെ അടിച്ചു പൊടിച്ച് നീ ഇവിടുന്ന് പോവാനോടി? അല്ല, ഞാൻ മുത്തശ്ശിയുടെ ഇവിടെ കിടക്കാം. ഒന്ന് പോയിക്കേ മുത്തശ്ശി. ഇന്നലെ തന്നെ അവിടെ കിടന്നിട്ട് കൊതുക് അടിച്ചിട്ട് മേലായിരുന്നു. അതുകൊണ്ടേ ഞാൻ ഇന്ന് എന്റെ റൂമിൽ പോയി കിടക്കാം. ബൈ ബൈ മുത്തശ്ശി. അവിടെ കിടന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല കൊതുക് കടിയൊക്കെ കൊണ്ട് നല്ല അമേസിംഗ് ആയിട്ട് ഉറങ്ങിക്കോ. ഓക്കെ? മാളുട്ടി, നിനക്ക് ഇതിനുള്ളൊക്കെ ഞാൻ തരും. ആയിക്കോട്ടെ, ഞാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചോളാം. നിങ്ങൾ പേടിക്കാൻ കേട്ടോ. മാളുട്ടി, നിന്നോട് ഞാൻ പറഞ്ഞേക്കാം, ഇതിനുള്ളതൊക്കെ നീ അനുഭവിക്കേണ്ടി വരും. അതിനാണ് നല്ലത് നീ ഇപ്പൊ എന്നെ തുറന്നു വിടുന്നതാ. എന്നെ ഇവിടെ കിടത്തി പോയാ നിനക്ക് നന്നതാവില്ല. ഇപ്പൊ തുറന്നാലേ നിങ്ങൾ എന്നെ താലോലിക്കുന്ന. അല്ലേലും നിങ്ങൾ എന്നെ വഴക്ക് പറയും, തല്ലുകയും ചെയ്യും. എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ അവിടെ കിടന്നോ, ഞാൻ എന്റെ റൂം പോവാ. ബൈ ബൈ. മാളൂട്ടി, മാളൂട്ടി, തുറക്കാനാ പറഞ്ഞത്. ഇവിടുന്ന് പോയി ചെയ്തോ? ഇത്രക്കൊക്കെ ആയല്ലേ? നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് മോളെ, കാത്തിരുന്നോ നീ. മാളൂട്ടിയെ ഇനി വേദനിപ്പിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല ആരെയും. നിങ്ങൾ അവിടെ കിടക്കുക. നിങ്ങൾ അവിടെ കിടന്ന് ഇന്നലെ മാളൂട്ടി അനുഭവിച്ചതൊക്കെ അനുഭവിക്കുക. നിങ്ങൾ അവിടെ കിടന്ന് കരയേ. ഇന്നലെ മാളൂട്ടി അനുഭവിച്ചത് മുഴുവൻ ഞാൻ കണ്ടതാ. പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട് നിങ്ങളെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ഞാൻ പതിയെ അറിയിച്ചു തരാം ഞാൻ ആരാണെന്ന്. മാളൂട്ടി, നീ എന്നോട് ക്ഷമിക്കേ. എനിക്ക് ഇവരോട് പ്രതികാരം വീട്ടിയേ പറ്റൂ. കാരണം ഇവർ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബം തന്നെയാണ്. എന്താന്നേ ഞാൻ പറഞ്ഞു തരാം. മാളൂട്ടിയോട് എനിക്കത് പറഞ്ഞേ പറ്റൂ. എന്തുകൊണ്ടാണ് ഞാൻ വന്നത്, എന്തിനാണ് ഞാൻ വന്നത്, ആർക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്, എങ്ങനെ ഞാൻ ഇവിടെ എത്തി, എല്ലാം എനിക്ക് മാളൂട്ടിയോട് ഇന്ന് തന്നെ പറയണം.